ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ആറ്റുകാൽ പൊങ്കാല ഷോപ്പിംഗ് വിശേഷങ്ങളാണ്. ഇത് ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി 12-ാം തീയതി രാവിലെ തന്നെ വന്നു. ഇവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്ന സ്ഥലമേ. അപ്പം നമ്മൾ തലേന്ന് പോയി പൊങ്കാല ഇടുന്ന സ്ഥലമൊക്കെ ഒന്നുകൂടി നോക്കുകയാണ്. നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടാണിത്. പൊങ്കാല സമയത്ത് ഇവിടെ നിറച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നേരത്തെ വീഡിയോ കണ്ടാലറിയാം, ഫുൾ ആൾക്കാരായിരുന്നു. ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തലേനെ സ്ഥലം ഒന്നുകൂടി വന്ന് നോക്കണം, ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് സ്ഥലം അവരുടെയാണെന്ന് പറഞ്ഞ് അവരുടെ ചട്ടിയൊക്കെ വെച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെയുള്ള സജനയ്ക്ക് കലവും വിറകും ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കടയുടെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ കലവും വാങ്ങിച്ച് വിറക് നമ്മൾ 2 കെട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരു 100 രൂപയുടെ കെട്ടും ഒരു 50 രൂപയുടെ കെട്ടും വാങ്ങിച്ചു. കലം ഞങ്ങളിത് 80 രൂപയുടെ കലമാണ് വാങ്ങിച്ചത്. ചെറിയ കലം നോക്കിയായിരുന്നു. പിന്നെ കിടുത്തയുണ്ടോ ഓട്ടയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. തിരിച്ച് ക്ലാസ്സിൽ വന്ന് കുറച്ച് ബുക്സ് അറേഞ്ച് നോക്കലും തപ്പലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. നമുക്ക് റൈസും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ QRS പോയിട്ടാണ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് കുറേ പ്ലാനുകളുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി വാങ്ങിക്കാനുള്ള സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞാനിവിടുന്ന് അരി 1/4 കിലോ ഇങ്ങനെ റൈസ് ലൂസായിട്ട് തന്നെ വാങ്ങിക്കുമായിരുന്നു. 1/4 കിലോ അരി, പിന്നെ 1/2 കിലോ ശർക്കര വാങ്ങി, പിന്നെ നെയ്യും, പിന്നെ ഏലക്കായും, പിന്നെ ഉണക്കമുന്തിരി, അങ്ങനെ കുറച്ച് സാധനംസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ കിറ്റായിട്ടാണ് വാങ്ങിയത്. 1/2 കിലോയുടെ കിറ്റ് 1/4 കിലോയുടെ കിറ്റുണ്ടല്ലോ, അപ്പോൾ അവർ 1/2 കിലോയുടെ കിറ്റ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയ വഴിക്ക് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, കോസ്മെറ്റിക്. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ പോത്തീസിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ തോർത്ത് വിൽക്കുന്നൊരു ചേട്ടനെ കണ്ടത്. നമുക്ക് തോർത്ത് വേണമായിരുന്നു എടുക്കാൻ. അപ്പം നമ്മളങ്ങനെ 4 തോർത്ത് വാങ്ങി. പക്ഷേ നമ്മൾ 120 രൂപയ്ക്ക് വാങ്ങി കേട്ടോ. ഇത് ഞങ്ങൾക്ക് നഷ്ടമായിപ്പോയി. കാരണം പോത്തീസിൽ ഈ സെയിം 4 തോർത്ത് 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 5 രൂപ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ച് ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നിട്ട് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്കിനി പോത്തീസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. വഴിക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോഴാണെങ്കിൽ ഫുള്ള് ഇവിടെ വഴിയിലൊന്നും ആൾക്കാരൊന്നുമില്ല. പക്ഷേ പൊങ്കാലയായപ്പോൾ ഇവിടെ ഫുള്ള് നിറച്ച ആൾക്കാരായിരുന്നേ. ഫസ്റ്റ് നമുക്ക് നോക്കാണ്ടായിരുന്നത് കമ്മൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ മാറി കുറേ ഇവിടെ പോത്തീസിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കടകളിൽ കമ്മൽ വിൽക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് വന്ന് കുറേ എല്ലാ സ്റ്റഡ് കമ്മലായിട്ടും റിങ്ങും ഹാങ്ങിങ് കമ്മലും അങ്ങനെ എല്ലാ ടൈപ്പ് കമ്മലുകളും ഞങ്ങൾ മാറി നോക്കുന്നുണ്ടായിരുന്നേ. ഇതിൽ ഞങ്ങൾക്ക് 3 ആൾക്കും കമ്മൽ വാങ്ങിക്കണമായിരുന്നു. ലാസ്റ്റ് തപ്പി പിടിച്ച് നമ്മൾ കമ്മൽ വാങ്ങി കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോത്തീസിൽ പോവുകയാണ്. പോത്തീസിൽ വന്നിട്ട് നമുക്ക് കുറച്ച് തുണി ഐറ്റംസൊക്കെ വാങ്ങിക്കാം. പുതിയ ഡ്രസ്സുകളെല്ലാം ഇടണമല്ലോ. അപ്പോൾ പോത്തീസിൽ വന്നിട്ട് തുണി വാങ്ങി, പിന്നെ തേങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോത്തീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെൽറ്റയിൽ വന്നൊരു ചായയും ചെറിയൊരു ഇലയുടെയും കഴിച്ച് ഇനി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കും ഫുള്ള് ഇങ്ങനെ കട്ടയൊക്കെ ഓൾറെഡി എല്ലാവരും നിരത്തി വെച്ചേക്കാണ്. കുറേ കടയിലൊക്കെ കലം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് എല്ലായിടത്തും പൊങ്കാലമയമായിരുന്നേ. അപ്പോൾ നാളെ പൊങ്കാല ഇടണമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. അപ്പോൾ ഓക്കെ, ബായ്.